ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു മാംഗോ ഫ്രൂട്ടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കണം അതേ രുചിയിലുള്ള മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടത്. ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസം വരെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമോ പിന്നെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു മാംഗോ ഫ്രൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഫ്രൂട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കും വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 1/4 ഭാഗത്തോളം പച്ചമാങ്ങ മതിയാകും കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഭാഗം മാത്രം എടുത്താലും മതി. അതിപ്പോൾ അധികം പുളിയില്ലാത്ത പച്ചമാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ മാങ്ങയും അതുപോലെ തന്നെ പച്ചമാങ്ങ ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ ഞാനിതേ 1/4 ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കേട്ടോ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു ചൂട് കട്ടിയായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാമ്പഴം മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കണ മാമ്പഴത്തിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാര ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. അത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പഞ്ചസാര ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുക്കി വന്നാൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ആ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കുന്ന ആ ഒരു ഫ്രൂട്ടിയുടെ മണമൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. പിന്നെ പഞ്ചസാരയുടെ കളറൊന്നും മാറിപ്പോവൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ അടിക്കൊക്കെ പിടിക്കാണ്ട് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട്. പഞ്ചസാരയൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ആകെ മൊത്തത്തിൽ മാറിപ്പോകും കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കൈയെടുക്കാണ്ട് പിന്നെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ നന്നായിട്ട് തിളച്ചിട്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരും വേണം. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം ഒന്നും കൂടെ വറ്റി കിട്ടും വേണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്രൂട്ടിയുടെ മണമാണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ അതേ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു മാങ്ങ കഷ്ണങ്ങളും അതുപോലെ തന്നെ മാമ്പഴമൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അതിങ്ങനെ വേവാത്ത പോലെ ഉണ്ടാവുക, പക്ഷെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ജ്യൂസോട് കൂടിയിട്ടാണ് കേട്ടോ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു പൾപ്പ് സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുത്തിട്ടൊരു കുപ്പിയിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എപ്പോഴൊക്കെയാണ് ആവശ്യം അപ്പോൾ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ. നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഫ്രൂട്ടി റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കാണിക്കാം. ആ ഒരു ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം തണുപ്പാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണയൊക്കെ ഫ്രൂട്ടിയൊക്കെ കുടിക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ. മാമ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടാക്കി എടുത്തില്ല. അത് നിങ്ങൾക്ക് അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം നാരൊന്നും ഇല്ലാത്ത മാമ്പഴം ആയതുകൊണ്ടാണ് കേട്ടോ അരിച്ചെടുക്കാറുള്ളത്. അപ്പോൾ നാരൊക്കെ ഉള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. വേവിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കില്ലേ, അരച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.